നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് സമയം നിൽക്കുന്നുണ്ടാവും, പിന്നെ നമ്മൾ പെട്ടെന്ന് കസേര എവിടെയാണെന്നായിരിക്കും നോക്കുന്നുണ്ടാവുന്നത്. കുറച്ച് സമയം വരെ നമുക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കാലുകൾക്ക് ശക്തി കുറവായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടും കാലിൽ കട്ടുകഴപ്പ് തോന്നുകയും വീഴാൻ പോകുന്നത് പോലെയോ ഇല്ലെങ്കിൽ നമുക്ക് തരിപ്പിൻ്റെയോ മരവിപ്പിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളും നമ്മളെ അലട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചൂർണ്ണമുണ്ട്. അത് പരിചയപ്പെടുത്താനാണ്. അശ്വഗന്ധ ചൂർണ്ണമാണ്. ഈ അശ്വഗന്ധ ചൂർണ്ണം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിലൂടെ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, കാലുകൾക്ക് ആ ഒരു ബലക്കുറവ് മാറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഏത് രീതിയിലാണ് കഴിക്കേണ്ടത്, എത്ര അളവുകളിലാണ് കഴിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ചെലവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ചെറിയ കിഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ശരീരത്തിലെ നീർക്കെട്ട്, വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് 3 ദിവസം ഈ ഒരു കിഴി നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നതാണ്. അത് ആ ഒരു കിഴി ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, എത്രത്തോളം നിങ്ങൾക്ക് കുറവായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതുമാണ്. നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. പലപ്പോഴും ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതെന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപക്ഷെ ചിലർക്ക് അത് കഴിക്കാൻ പറ്റുന്നതായിരിക്കും, മറ്റു ചിലർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടതിലേക്ക് കടക്കാം. അപ്പോൾ അശ്വഗന്ധ ചൂർണ്ണത്തിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അശ്വഗന്ധ ചൂർണ്ണം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഔഷധമാണ്. കാരണം പലതരത്തിലുള്ള നമുക്ക് ടാബ്ലറ്റ്സിലായിക്കോട്ടെ, അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ എല്ലാത്തിലും തന്നെ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ്. പല സ്റ്റഡീസും റിസർച്ചുകളും ഒക്കെ തന്നെ ഇതിനെപ്പറ്റി നടക്കുകയും ഇതിന് ഔഷധ ഗുണമുണ്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പല സ്റ്റഡീസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഒരു നെർവ് ടോണിക് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഞരമ്പുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കാലുകൾക്ക് പ്രധാനമായിട്ടും കട്ടുകഴപ്പിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ പ്രായാധിക്യം മൂലം ഉണ്ടാവുന്ന നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഓർഗൻസിനും ധാതുക്കൾക്കും നമുക്ക് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ധാതു പുഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഈ ധാതുക്കളാണ് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും അല്ല എല്ലാത്തിനെയും തന്നെ നമുക്ക് നിലനിർത്തുന്നതും അത് പുനർജീവിപ്പിച്ചു കൊണ്ടുവരുന്നതും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു അശ്വഗന്ധ ചൂർണ്ണത്തിനുണ്ട്. ഇത് നമ്മൾ കൂടുതലും നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരു 45-50 വയസ്സിനൊക്കെ ശേഷം ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ലഭിക്കാൻ സഹായിക്കുന്നതാണ്. അവരുടെ ക്ഷീണം കുറയും, ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് കൺട്രോളായി നിലനിർത്താൻ സഹായിക്കുന്നതാണ്. മെൻ്റൽ സ്ട്രെസ്, ആൻസൈറ്റി പോലെയുള്ള മാനസിക ആഘാത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവ കുറച്ചു കൊണ്ടുവരാനും ഏറെ ഗുണകരമാകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമുക്കൊപ്പം തന്നെ നമ്മുടെ കാലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയും ഏറെ ഗുണപ്രദമാകുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൻ്റെ വേരാണ് കൂടുതലും നമ്മൾ ഔഷധയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ പാർട്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അശ്വഗന്ധ ചൂർണ്ണമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും, ഘൃതമായിട്ട് കിട്ടും, അരിഷ്ടമായിട്ട് കിട്ടും, നെയ്യ് രൂപത്തിൽ കിട്ടും. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്ക് അശ്വഗന്ധത്തിന് ഉപയോഗപ്പെടുത്താം. അപ്പം നമ്മളിവിടെ അശ്വഗന്ധ ചൂർണ്ണത്തിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 3 വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പാലിൽ ചേർത്തിട്ട് കഴിക്കുന്ന വിധമാണ്. ഇത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് ആ ഒരു പാലിനകത്തേക്ക് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ അളവ് വരെ നമുക്ക് ഈ ഒരു ചൂർണ്ണം ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം 1/2 തൊട്ട് 1 ടീസ്പൂൺ അളവിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഈ ഒരു ചൂട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കൽക്കണ്ടവും കൂടി ചേർക്കേണ്ടതാണ്. അതായത് കൽക്കണ്ടം ചേർക്കാൻ പറയുന്നതെന്ന് പറയുന്നത് ഇത് കുറച്ച് ഉഷ്ണവീര്യം ഉള്ളതാണ്, നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചൂട് കൂട്ടാൻ കാരണമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കൽക്കണ്ടത്തിൽ നമ്മൾ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കൽക്കണ്ടം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ഒഴിവാക്കാം, അല്ലാതെ തന്നെ നമുക്കിത് കുടിക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചൂടുവെള്ളത്തിൽ, അതായത് പാല് നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ടും ഇതേ അളവുകളിലെടുത്ത് അതിന് പകരം കൽക്കണ്ടമോ തേനോ ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ചൂടുവെള്ളത്തിൽ കുടിക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ 2 വ്യത്യസ്ത തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമതെന്ന് പറയുന്നത് ഇത് ചുക്കിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട്, അതായത് ഈ ഒരു അശ്വഗന്ധ ചൂർണം 1/2
ടീസ്പൂൺ എടുക്കുക. ചുക്കുപൊടി എന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ അളവായിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ പാലിലോ ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. വേദന, നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചുക്കും കൂടി ചേർത്തിട്ട് കുടിക്കുന്ന സമയത്ത് ഡബിൾ എഫക്റ്റ് നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ 3 വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് അശ്വഗന്ധ ചൂർണത്തിനെ ഉപയോഗപ്പെടുത്താം. ഇത് മാത്രമല്ല, അശ്വഗന്ധ രസായനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അശ്വഗന്ധാദി ലേഹ്യം എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ തന്നെ ശരീരപുഷ്ടി, ധാതുപുഷ്ടിക്കൊക്കെ തന്നെ ഏറെ ഗുണകരമാവുകയും നിത്യ യൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരും സ്കിന്നിനും ഹെയറിനും ഒക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു പുഷ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ലേഹ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ദിവസത്തിൽ വൈകുന്നേരം ഭക്ഷണശേഷമായിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഈ ലേഹ്യം കഴിക്കുന്ന സമയങ്ങളിൽ നമുക്ക് 1 ഗ്ലാസ് പാല്, അതിനുശേഷം ലേഹ്യം കുടിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാല് കൂടിയിട്ട് കുടിക്കുന്നത് ഇതിന് ആ ഒരു എഫക്റ്റ് കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകും. ഈ രീതികളിൽ നിങ്ങൾക്ക് അശ്വഗന്ധ ചൂർണത്തിനെ, അശ്വഗന്ധയെ ഉപയോഗപ്പെടുത്താം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പുറമെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കിഴിയാണ് നമ്മൾ പറയുന്നത്. ഇതിന് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന മണൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് രൂക്ഷസ്വേദ എന്ന് പറയും ഈ ഒരു പ്രൊസീജിയറിനെ. അതായത് നമ്മൾ പ്രത്യേകിച്ച് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ, അതായത് ഇപ്പം നിങ്ങൾക്ക് മുട്ടുവേദനയാണ്, ഉദാഹരണത്തിന് പറയുകയാണ്, മുട്ടുവേദനയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് തൈലമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ തേക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ മണൽ കൊണ്ട് കിഴി കെട്ടുകയാണ് ചെയ്യേണ്ടത്. ഈ കിഴി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മണലും അതിനോടൊപ്പം തന്നെ കല്ലുപ്പുമാണ് ആവശ്യമായിട്ടുള്ളത്. മണൽ ഏകദേശം ഒരു പകുതി നമ്മൾ അളവ് മണലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേർ പകുതിയായിട്ടുള്ള രീതിയിലാണ് ഉപ്പെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ കല്ലുപ്പും മണലും കൂടി നമ്മൾ ചേർക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു തുണിയിൽ, ഒരു കോട്ടൺ തുണിയിൽ കിഴി രൂപത്തിൽ കെട്ടുക. എന്നിട്ട് പഴയ ചീൻചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ മറ്റോ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് മണലും കൂടി ഇടുക. എന്നിട്ട് ആ ഒരു മണൽ, അതായത് ആ ചട്ടിയിലുള്ള ആ ഒരു മണൽ ചൂടാക്കുക, തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ആ ചൂടിനകത്തേക്ക് നമ്മൾ കിഴി കെട്ടി വെച്ചേക്കുന്ന ആ കിഴിയും കൂടി അതിനകത്തേക്ക് വെക്കുക. ആ ചൂടിൽ വേണം നമുക്ക് ശരീരം മുഴുവനായിട്ടും അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് കിഴി കുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ആ ഒരു മണൽ ചൂടാക്കി വെക്കുന്ന സമയത്ത് ഈ വേദനയും അതുപോലെ നീര്, പ്രത്യേകമായിട്ടും നീരകറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നീർക്കെട്ട് മാറാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. ഏറ്റവും മിനിമലായിട്ട് 3 ദിവസം വരെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 3, 7, 14 തുടങ്ങിയിട്ടുള്ള അളവുകളിലാണ് നമ്മൾ ഉപയോഗിച്ച് പോരേണ്ടത്. നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. രാവിലെയും വൈകിട്ടും ചെയ്യുക. ഈ ഒരു കിഴി പിടിച്ചതിന് ശേഷം ആ ഭാഗത്ത് ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമ്മളൊന്ന് ഒരു മസാജ് അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം നമ്മൾ ഉപ്പിക്കൊടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ആ ഒരു ഭാഗത്ത് ചൂടുവെള്ളം, തുണി മുക്കിയിട്ട് ചൂടുവെള്ളം കൊണ്ട് അവിടെ ഒന്ന് ആവി പിടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. നീർക്കെട്ടുള്ളവരാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാതിരിക്കുക. നീർക്കെട്ടുള്ള ഭാഗത്ത് മണൽക്കിഴി മാത്രമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ചൂടുവെള്ളം കൊണ്ട് ആവി കൊടുക്കുക. അതുപോലെ നമുക്ക് ആ ഒരു ഭാഗത്ത് വേദനയാണ് അമിതമായിട്ടുള്ളത്, നീർക്കെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മണൽക്കിഴി കൊണ്ട് കിഴി കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ വേദനയ്ക്ക് ഏതെങ്കിലും എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുക. അതിൻ്റെ പുറമെ ആയിട്ട് നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ആവി പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ദിവസം നിങ്ങൾ 2 നേരമായിട്ട് ചെയ്തു നോക്കുക. അതുപോലെ ഈ ഒരു അശ്വഗന്ധ ഉള്ളിൽ കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇതിനോടൊപ്പം തന്നെ ഇതും ചെയ്തു പോവുക. ഈ ഒരു കാലിൻ്റെ ബലക്കുറവും കാര്യങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ധാതുപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള തളർച്ച, കാലിനുണ്ടാവുന്ന പ്രധാന തളർച്ച കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകും. അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ഇതിനെ പറ്റിയിട്ട്, ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.